എനിക്ക് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം 120 മുതൽ 134 വരെയുള്ള സോങ് ഓഫ് അസെൻഡ് എന്ന് പറയുന്ന ആരോഹണ ഗീതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിലെ 121-ാം സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ, ഈ 121-ാം സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് അത് തരുന്നത്. ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ്. അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ട്. അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വലത് കൈ ബൈബിളിൽ വെച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇനാഗുറൽ സ്പീച്ചുണ്ട്. ആ ഇനാഗുറൽ സ്പീച്ച് ബൈബിളിൽ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ ഹാരിസൺ എന്ന് പറയുന്ന 23-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഇനാഗുറൽ സ്പീച്ചിൽ പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞ 121-ാം സങ്കീർത്തനമാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളതായി പറഞ്ഞത്. അവരുടെ കറൻസിയിൽ 91-ാം സങ്കീർത്തനമാണ്. അതായത് എൻ്റെ ആശ്രയവും സങ്കേതവും കോട്ടയും അവനാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അവനാകുന്നു എന്ന് പറയുന്ന 91-ാം സങ്കീർത്തനം. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാണ് കറൻസി എഴുതിയിരിക്കുന്നത്. പണമൊന്നും അല്ല നിന്നെ സ്വാധീനിക്കുന്നത് അവനാണ്. നിന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമാകുന്ന ഈ പണത്തിനേക്കാൾ വലുതെന്നാണ് കറൻസിയിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസം, അതാണ് എല്ലാവർക്കും കരുത്തു പകരേണ്ട ഒന്ന്.